ഹലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? നല്ലൊരു അടിപൊളി കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കണേ. അപ്പോൾ ഞാൻ എൻ്റെ ചട്ടിയൊക്കെ ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു, അതുപോലെ തന്നെ കടുക് ഇട്ട് കൊടുത്തു. ഈ കടുകിനോടൊപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാവേ. ഞാൻ ഉലുവ സെപ്പറേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലിത്തിരി കറിവേപ്പില ഇട്ട് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ച് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണം കേട്ടോ. അതുവരേക്ക് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഇതുപോലത്തെ മൺചട്ടി ആകുമ്പോൾ കുറേ നേരം ചൂട് നിൽക്കുന്നത് കൊണ്ട് ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നല്ലോണം ചൂട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഗോൾഡൻ ഷെയ്ഡായപ്പോഴത്തേനും ഒരു 3-4 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ 2.5 സ്പൂൺ നമ്മളിതിനകത്തേക്ക് മല്ലിയും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് 1 by 1 ആയിട്ടാണ് നമ്മളിത് അതിൻ്റെ അതായത് ഒന്ന് ചൂടാക്കണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവരുത്. കരിഞ്ഞു പോവാത്ത രീതിയിൽ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ വെള്ളം ഒന്ന് ചൂടാക്കണം. ചൂടാകുന്നതിന് മുന്നേ തന്നെ നമ്മളിതിനകത്തേക്ക് കുടംപുളി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് 3-4 അല്ലി കുടംപുളിയും കൂടെ ഇട്ട് കൊടുക്കുക. കുടംപുളിയും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചു, അതിന് മുന്നേ നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പ്. എന്നാലും നമ്മൾ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്ത് ഇനി ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. ഈ തിള വരുന്ന സമയത്താണ് നമ്മൾ ഇതിനകത്തേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പൊതുവെ എല്ലാവരും കറി വെക്കുന്നതെന്ന് തോന്നുന്നു. കുടംപുളി ഇട്ട് മീൻ കറി വെക്കുന്നത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ പുളിക്ക് പകരമായിട്ട് നമ്മൾ തക്കാളിയൊക്കെ അരച്ച് ചേർക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ്. അതുകൊണ്ടിട്ടാണ് ആ ഒരു സ്റ്റൈൽ കാണിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളിതിനകത്തേക്കെല്ലാം ഇതുണ്ട്, നല്ല ഇതിൻ്റെ പേര് എനിക്കറിയില്ല, മീനിൻ്റെ മാർക്കറ്റിൽ നിന്ന് ചെന്ന് വാങ്ങിച്ചപ്പോൾ ഇങ്ങനെ കണ്ട് അങ്ങനെ വാങ്ങിച്ചാണ്. പിന്നെ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നന്നായിട്ട് അടച്ചു വെച്ച് മീൻ നന്നായിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.